നാടക കലാവേദികളിൽ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഗിരിജ സുരേന്ദ്രനാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. ഞാൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് നമ്മുടെ അടൂർ ബാസിയുടെ നെവ്യൂ രവീന്ദ്രൻ നായർ സാറിൻ്റെ കൈപിടിച്ചിട്ടാണ്. കാര്യം അദ്ദേഹം നിർബന്ധിച്ചാണ്. ഞാൻ ഒട്ടും പുറത്തിറങ്ങി വരാത്ത, അല്ലെങ്കിൽ ഒരു നാണം കുണുങ്ങിയായ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. ഫീൽഡിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു റോള് തന്ന് ചെയ്യുന്നതല്ല, ഒരു മെയിൻ കഥാപാത്രം, 1.5 മണിക്കൂറുള്ള അവിടെ നാടകത്തിൻ്റെ മെയിൻ കഥാപാത്രമായിട്ട് എന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. എപ്പോഴും പറയും, എൻ്റെ അടുത്ത് ഗുരു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ്, രവീന്ദ്രൻ നായർ സാറാണ് എൻ്റെ ഗുരു എന്ന് ഞാൻ എപ്പോഴും പറയും. അദ്ദേഹം എഴുതിയതും അദ്ദേഹം ആണ്, അതിൻ്റെ ഡയറക്ഷനും എല്ലാം ചെയ്തത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞ കാര്യമാണ്. എന്നാലും രവീന്ദ്രൻ സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും എല്ലാം അത് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഞാൻ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അദ്ദേഹം ഞാൻ മാറണമെന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടും അതിനൊന്നും അദ്ദേഹം വിളങ്ങാതെ എന്നെക്കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു. ഞാൻ ആ രീതിയിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്രീസിയേഷനും എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് ആദ്യം കണ്ടെത്തിയതും ഞാൻ അവിടെയാണ്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റേജിൽ വന്ന് നിന്ന് എനിക്ക് ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ 4 പേരെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമേ ആയിരുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സിസ്റ്റർ ഡോക്ടർ ശോഭാറാണി നർത്തകിയാണ്, ഒപ്പം സ്കൂൾ നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ സൗകര്യം ഉണ്ടായിട്ടും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിരുന്ന ആളല്ല. ആ ഒരു ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ ഒരാളെയാണ് സാറ് കൊണ്ടുവന്നത്. ഇതെല്ലാ സാഹചര്യം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ സാറിൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, ഇന്നിപ്പം ഈ രീതിയിൽ എത്തിപ്പെടുന്നത്. പിന്നെ അതുമാത്രമല്ല, അന്ന് സാറിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്നെ നിർബന്ധിക്കാനുള്ള മെയിൻ കാരണം, എൻ്റെ വീട്ടിൽ, എൻ്റെ റെസിഡൻസ് അസോസിയേഷനിൽ, ഉപ്പളം റോഡ് റെസിഡൻസ് അസോസിയേഷനിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ആയിരിക്കണം ഇതിൽ അഭിനയിക്കുന്നവരും പിന്നെ പാട്ടെഴുതുന്നതും. അതുപോലെ അന്ന് ആനന്ദം സാറെന്ന് പറയുന്ന അദ്ദേഹം, കെ ആനന്ദൻ, അദ്ദേഹത്തിൻ്റെ നല്ലൊരു പിന്നെ ഗാനം ഒക്കെ ഉണ്ടായിരുന്നു, കവിത, അത് പാട്ടായിട്ടും ഒക്കെ, അത് എല്ലാ രീതിയിലും ഈ റോഡിലുള്ള ആളുകൾ തന്നെയാണ് അഭിനയിച്ചതും ഒക്കെ. അപ്പോൾ അതിൽ പക്ഷേ ഇന്ന് ആ ഒരു ലെവലിലെത്തിയത് ഞാൻ മാത്രമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനെ മറക്കാൻ കഴിയില്ല. ആ രീതിയിൽ തന്നെയാണ് എൻ്റെ ഗുരു എന്ന് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ, ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഒരു 1 ആക്ട്രസ് പ്ലേ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ്. അതെന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ രാജീവ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന റൈറ്ററാണ്. മനോരമയിലെ തന്നെ ഏറ്റവും വലിയ ചീഫ് എഡിറ്ററായിട്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാടകം അഭിനയിക്കുമ്പോൾ തമ്പി അത് നീ ആയിരുന്നു എന്ന് ഉള്ള ഒരു നാടകം, അതായത് ശ്രീകുമാരൻ തമ്പിയെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള നല്ല മനോഹരമായ ഒരു നാടകമായിരുന്നു. അതിനകത്ത് ഒരു സ്ത്രീ കഥാപാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനാണ് ചെയ്തത്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ സാറ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സാറിൻ്റെ മനസ്സിൽ തോന്നിയതാണ്, സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ ചുനക്കര രാമൻകുട്ടി സാറിൻ്റെ ചാണ്ടിക്കുഞ്ഞെന്ന് പറയുന്ന കവിത രാജീവ് ഗോപാലകൃഷ്ണൻ സാറ് പൗലോസിച്ചാൻ്റെ വിശുദ്ധ മറിയാമ്മ എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ മറിയാമ്മയായിട്ട് ഞാൻ ചെയ്താൽ നന്നാവുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയും അദ്ദേഹം ഒരു പരീക്ഷണാർത്ഥം ഒറ്റയ്ക്കൊരാൾ ചെയ്യണം, മറിയാമ്മ ഒറ്റയ്ക്ക് ആ കഥാപാത്രം, ആ കാവ്യം സാർ എഴുതിയിരുന്ന അത് ഒരു നാടകം, അത് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ മറിയാമ്മ എന്ന് പറയുന്ന ആ വ്യക്തി കുഞ്ഞിലേ തൊട്ട് അവസാനം വരെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, അത് ചെയ്യണമെന്ന് സാറിൻ്റെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ 1.5 മണിക്കൂറോളമുള്ള ഒറ്റയ്ക്ക് സ്റ്റേജ് ചെയ്യുന്നത്. അതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം പിന്നെ ആദ്യത്തെ അശ്വത്ഥമാവ് നമ്മുടെ രവീന്ദ്രൻ സാറിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലെ ആദ്യത്തെ നാടകം സദാരമ്മ, അതിൻ്റെ VJT ഹാളിൽ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ
സാധാരണയായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചു. പിന്നെ നമ്മുടെ പതർ പാഞ്ചാലിയിലെ സർവജയ, അങ്ങനെ ഒരു നല്ല നല്ല നാടകങ്ങളുടെ 4-5 മെയിൻ കഥാപാത്രങ്ങളായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്യുന്നതാണ് നമ്മുടെ രാജീവ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പൗലോസിച്ചാൻ്റെ വിശുദ്ധ മറിയാമ്മ. അതിലാണ് എനിക്കും ഒരു ബ്രേക്ക് വന്നത്. അല്ലാതെ അതിനുമ്പോൾ ഞാൻ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു പാഷൻ, എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊരു പാഷനായിട്ട് ഒരു വലിയ രീതിയിൽ വളർന്നു വന്നിരുന്നില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് എനിക്കത് ബോധ്യമായി. പറയാൻ കാര്യം, ഇതിൻ്റെ തുടക്കം തന്നെ രാജീവ് സാറിനോട് ഞാൻ പറയുമായിരുന്നു, ഇത്രയും സമയം ചെയ്യാൻ ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല, അപ്പോൾ ആളുകൾ എങ്ങനെ ഇതിനെ കാണും എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു നാടകം, സാധാരണ നാടകം ചെയ്യുമ്പം അതിനകത്ത് പല കഥാപാത്രങ്ങൾ വന്നു പോകുന്നതാണ്, അത് നമുക്ക് കാണാം. പിന്നെ അതും മാത്രമല്ല അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ സംഭാഷണങ്ങൾ. അപ്പോൾ ആ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേ അത് തീരും, നമ്മളതൊക്കെ ആസ്വദിച്ചങ്ങ് പോകും. പക്ഷെ ഒരാൾ തന്നെ ഡയലോഗ്, ഒരാൾ പിന്നെ ഡ്രസ്സ് വേറെ ചേഞ്ച് ചെയ്യുന്നില്ല, ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ വിജയിക്കും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനോട് ചോദിക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ അപ്പോൾ സാറ് പറയുമായിരുന്നു, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, വേറെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമായിരുന്നു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് ഇല്ല. ഞാൻ അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ സാറ് പറഞ്ഞിട്ടുള്ളൂ, ഞാനത് ചെയ്യും, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ വളരെ വലിയ അഭിപ്രായവും എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്, ഏറ്റവും നന്നായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് പിന്നെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനവും എനിക്കതിന് കഴിഞ്ഞു എന്നുള്ളതും ആണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത്. അതിനുശേഷവും 2 അതായത് പിന്നെ യശോദാനന്ദനം സാറിൻ്റെ തന്നെ, രാജീവ് സാറിൻ്റെ തന്നെ ഏക കഥാപാത്രമായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ പ്രഭാവർമ്മ സാറിൻ്റെ കനൽ ചിലമ്പ് കനലാട്ടമായി ചെയ്തു. ഇതെല്ലാം സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ്. ആദ്യത്തെ പൗലോസിച്ചായൻ്റെ വിശുദ്ധ മറിയാമ്മ എന്ന് പറഞ്ഞാൽ ഒരമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലം മുതലേ ഉള്ള കാര്യം കാണിക്കുന്നുണ്ട്. അവർ കളിച്ച് വളർന്ന സമയം മുതൽ ഉള്ള കാര്യം കാണിക്കുന്നുണ്ട്. അവർ കല്യാണം കഴിക്കുന്നത് കൂട്ടുകാരിയുടെ കാമുകനെയാണ് അവർക്ക് കല്യാണം കഴിക്കുന്നത്. പിന്നെ അതിൽ കൂടി അവർ കുട്ടികളുണ്ടാവുന്നു. ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. കുട്ടി പിന്നെ വേറെ കുട്ടി ഉണ്ടാവാൻ അവർക്ക് ഗർഭപാത്രത്തിന് എന്തോ തകരാറാണ്, അതുകൊണ്ട് പിന്നെ വേറെ കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ ലാളിച്ച് വളർത്തുകയും അവനെ വലിയ ഡോക്ടറായി അമേരിക്കയിൽ അവൻ പോവുകയും ഒക്കെ ചെയ്യുന്ന അവൻ അച്ഛനെ അമ്മയും വളർന്നു പോകുന്നു. കാര്യം അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് മരിക്കുകയും അപ്പോഴും അവൻ വന്ന ചടങ്ങ് നടത്തിപ്പോയി, അവൻ്റെ കല്യാണം ഇവരെ അറിയിച്ചിട്ടില്ല, അവരെ കൂട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ എല്ലാം വളർത്തി ഇത്രയൊക്കെ ആക്കിയിട്ടും മകനിൽ നിന്നുള്ള സ്നേഹം ആ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് മകൻ്റെ ഉയർച്ച മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നറിഞ്ഞ് അത് സന്തോഷിച്ചിരിക്കുന്ന അമ്മ. മകൻ എത്ര ഉയർന്നാലും അമ്മയ്ക്ക് സന്തോഷമാണ്. പക്ഷെ മകന് അമ്മയെ ഇങ്ങനെ ഒരാളുണ്ടെന്നോ അത് തിരിച്ചറിയാനോ ഒന്നും അവന് സമയമില്ല. അവൻ ഇങ്ങനെ ഒരാൾ, അവൻ അമേരിക്കയിലാണ്, ഇങ്ങനെ ഒരാൾ ഇന്ത്യയിലുണ്ടെന്നോ ഒന്നും അവന് ചിന്തിക്കാൻ താല്പര്യമില്ല. പക്ഷേ അവസാനം അച്ഛൻ മരിക്കുന്നതും, മകൻ ഹാർട്ടിൻ്റെ വലിയ ഡോക്ടറാണ്, അവൻ്റെ അച്ഛൻ മരിക്കുന്നതും ഹാർട്ട് അറ്റാക്കായിട്ടാണ്. അന്നും മോൻ്റെ സഹായമില്ല. തിരിച്ച് ഇതെല്ലാം അനുഭവിക്കുന്ന അമ്മ മകന് ഹാർട്ട് അറ്റാക്കാണ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് അറിയുമ്പോൾ അവരെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അമ്മയുടെ ഹൃദയം ആ മകന് കൊടുക്കുന്നതായിട്ടാണ് ആ പൗലോസിച്ചാൻ്റെ വിശുദ്ധ മറിയാമ്മ. എന്നുവെച്ചാൽ ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹം, അല്ലെങ്കിൽ മകനുമായിട്ടുള്ള സ്നേഹം എന്നല്ല, ഒരു അമ്മയുടെ മനസ്സതാണ്. മക്കൾ എത്ര കളഞ്ഞാലും അമ്മയ്ക്ക് മക്കളെന്ന് പറയുമ്പോൾ അത്രയും സ്നേഹമാണ്. അതാണ് സ്വന്തം ഹൃദയം മകന് കൊടുത്തിട്ട് അവർ ലോകത്തോട് വിട പറയുന്നതായിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ പ്രശസ്തി തന്ന നാടകമായിരുന്നു. എൻ്റെ കരിയറിൽ ഏറ്റവും നല്ല എനിക്ക് ബ്രേക്ക് തന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് സാറ് അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഗുരുവുമാണ്. കാര്യം ഈ ഓൺ ആക്ട്രസ് പ്ലേയിൽ എന്നെ അദ്ദേഹം കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ
ചിലപ്പോൾ ഞാൻ ഏതിലെങ്കിലുമൊക്കെ അഭിനയിച്ച് എൻ്റെ 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 സംതൃപ്തി ഞാൻ അതിലടങ്ങിയേനെ. പക്ഷേ എനിക്ക് അതല്ലാതെ പിന്നെയും തുടർന്നും എനിക്ക് ചെയ്യാൻ ഓൺ ആക്ട്രസ് പ്ലേ തന്നെ വീണ്ടും ചെയ്യാൻ അദ്ദേഹം തന്നെ വീണ്ടും എനിക്ക് അവസരം ഒരുക്കി. പിന്നെ അടുത്ത അദ്ദേഹം നമ്മൾ ചെയ്തത് യശോദാനന്ദനം. യശോദാനന്ദനം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും യശോദയും കൃഷ്ണനും ആണ്, അത് തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വെർഷനാണ്. കാര്യം അക്രൂരൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് യശോദയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അറിവുകളാണ്. കാര്യം നീ കൃഷ്ണൻ്റെ അമ്മയല്ല, നീ കൃഷ്ണൻ്റെ വളർത്തമ്മയാണ് എന്ന് പറഞ്ഞ് യശോദയെ മാനസികമായി യശോദ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ്ണൻ തൻ്റെ മകനല്ല, വളർത്തുമകനാണെന്നുള്ള ചിന്ത യശോദയ്ക്കില്ലേയില്ല. അപ്പോൾ യശോദ പ്രസവിച്ച കുട്ടി എവിടെ എന്നുള്ളതാണ് യശോദയുടെ സംശയം. ഒരു തരത്തിലും അക്രൂരനോട് അത് സമ്മതിക്കാതെ തൻ്റെ മകനാണ് കൃഷ്ണനെന്നും അവൻ്റെ ലീലകൾ എന്തായിരുന്നു എന്ന് പറയുകയും അവനെ ഞാൻ എങ്ങനെയാണ് വളർത്തിയത്, അവൻ്റെ ഓരോ കാര്യങ്ങളും അവൻ ദൈവതുല്യനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ ലീലകളിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരികയും പിന്നെ കൃഷ്ണൻ പറയുന്നു അമ്മേ ഞാൻ ഇപ്പോൾ മധുരയിൽ കൊണ്ടുപോകാനാണ് അക്രൂരൻ വന്നിരിക്കുന്നത്, കൃഷ്ണനെ വിട്ടു കൊടുക്കില്ല എന്ന്, നിങ്ങളുടെ വളർത്തു മകനാണ്, അവനെ കൊണ്ടുപോകണം എനിക്കെന്ന് പറയുമ്പോൾ യശോദ പറഞ്ഞാൽ ഞാൻ വിട്ടു തരില്ല എന്ന് പറയണം. അപ്പോൾ അവസാനം കൃഷ്ണൻ തന്നെ പറയണം അമ്മേ ഞാൻ മധുരയിലല്ല എവിടെ പോയാലും ഞാൻ അമ്മയുടെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞാണ് അത് എൻഡ് ചെയ്യുന്നത്. അതും വളരെ മനോഹരമായി. നമ്മൾ അക്രൂരൻ്റെ ഭാഗങ്ങളൊന്നും എല്ലാവർക്കും അറിയത്തില്ല, അതുമൊക്കെ വളരെ മനോഹരമായി അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു വൺ ആക്ട്രസ് പ്ലേ ആണ്. അതിന് ശേഷമാണ് ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ പ്രഭാവർമ്മ സാറിൻ്റെ കാവ്യം കനൽ ചിലമ്പെന്ന് പറയുന്നത് കനലാട്ടമായിട്ട് ഞാൻ ചെയ്തു. അത് കുറച്ച് വ്യത്യസ്തമായി. അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് ഡോക്ടർ ടി ആരോമൽ. നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അത് സംവിധാനം ചെയ്തത് ഡോക്ടർ രാജാ വാര്യർ. അരങ്ങത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ. അപ്പോൾ ഞങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാവാല സ്റ്റൈൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശിച്ചു. കാവാല സ്റ്റൈൽ കൊണ്ടുവരുമ്പോൾ പലർക്കും പല അഭിപ്രായമുണ്ട്. കാവാല സ്റ്റൈൽ കൊണ്ടുവരുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടമാവില്ല. അപ്പം നമ്മൾ തനതായ നാടക ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ കാവാല സ്റ്റൈൽ കൊണ്ടുവന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കാവാല സ്റ്റൈലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തനതായ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കാവാല സ്റ്റൈലും കൂടെ അതിനകത്ത് അഡോപ്റ്റ് ചെയ്താണ് ചെയ്തത്. പക്ഷെ അതും വളരെ സക്സസ്ഫുള്ളായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന്. അതും എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതും കനൽ ചിലമ്പ് ചെയ്തതും പിന്നെ അതിലെ സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ എന്ന് വെച്ചാൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ. അവരെ അവിടുത്തെ ഭരണാധികാരി കണ്ടിഷ്ടപ്പെടുകയും ഭർത്താവിനെ തുറുങ്കലിൽ അടച്ചിട്ട് അവളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ട്. ഇവളെ കാണാതെ ആ കുഞ്ഞ് മരിക്കുന്നു. ഇവളെ കൊണ്ടുപോയി അച്ഛനെ തുറുങ്കലിച്ചു, ആരുമില്ല, അങ്ങനെ ആ കുട്ടി മരിക്കുകയാണ്. ഇതെല്ലാം അവൾ അറിയുന്നുണ്ട്. അപ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇയാളുടെ കൂടെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൂടെ കഴിഞ്ഞേ പറ്റൂ. അപ്പോൾ അയാളുടെ കൂടെ കഴിയുകയാണെങ്കിലും ഇവളുടെ മനസ്സ് മുഴുവനും അയാളോടുള്ള വിരോധമാണ്. കാര്യം ഞാൻ ജീവനത്തോളം സ്നേഹിച്ച എൻ്റെ ഭർത്താവിനെ തറുങ്കലിലടിച്ചിട്ട് എൻ്റെ മകനെ മരിച്ചു. അപ്പോൾ പിന്നെ അവൾ എന്ന് പറയുന്ന ആ സ്നേഹമുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിർബന്ധിതയാവുകയാണ് അവളവിടെ. അപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി അയാളുടെ കൂടെ ജീവിക്കുകയും ഒരവസരം വരുന്ന വെച്ചാൽ ആ അവസരം വന്നത് അവളുടെ ഭർത്താവിനെ അവൾ കാണുന്നു. അവളുടെ സ്വപ്നത്തിൽ അവളുടെ ഭർത്താവ് വരുമെന്നും അങ്ങനെ അവൾ ഒരു ഭിക്ഷുവിൻ്റെ രീതിയിൽ അയാൾ അവിടെ എത്തുകയും ഇവളെ കാണുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ കാണുകയും ഇവളെ ഭർത്താവിനെ വധിക്കുന്നത് ഇവൾ വധിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഭർത്താവ് രാത്രി അവിടെ പുറത്ത് അർദ്ധരാത്രി അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ യാദൃച്ഛികമായി ഇവളുടെ കാല് തട്ടി വാൾ വീഴുകയും ഇയാൾ ഉണരുകയും ചെയ്യുന്നതാണ്. പക്ഷേ ആ വാളുകൊണ്ട് ഇവൾക്ക് അയാളെ കൊല്ലേണ്ടി വരികയും ഇവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴേക്ക്
ഭർത്താവിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും ഭർത്താവ് പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ്. അവിടുന്ന് അവൾ രക്ഷപ്പെട്ടു പോകുമ്പോഴേക്ക്, പക്ഷെ രക്ഷപ്പെട്ടു പോകുന്നത് ക്രൂരമായ രാത്രിയല്ലേ, ആളുകളുടെ ഇടയിലാണ്. അവർ പിന്നെ അവസാനം അവിടുന്ന് അവളൊരു വേശ്യാലയത്തിലെത്തിയും അവിടെ വെച്ചിട്ടാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അവളുടെ ഭരണാധികാരിയിലുണ്ടായ മകൻ അവൾ അറിയുന്നില്ല, അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് അവിടെ വരികയും അറിഞ്ഞുകൊണ്ടല്ല, അവസാനം അവൾ മനസ്സിലാക്കുന്നു അവളുടെ മകനായിരുന്നു അതെന്ന്. ആ സന്ദർഭം, ആ ഒരു സമയം അവളുടെ മാനസികാവസ്ഥ ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ മകൻ്റെ കൂടെയാണല്ലോ എന്നുള്ള ആ ഒരു രാത്രി അവൾ ചിതയിൽ ചാടി മരിക്കാൻ പോവുകയും, മരിക്കുന്ന പകുതി വെന്ത് കഴിഞ്ഞ് ഒരാൾ രക്ഷപ്പെടുത്തി. പകുതി വെന്ത ഒരാളെ വേശ്യാലയത്തിൽ വേണ്ടല്ലോ, അവിടുന്ന് അവളൊരു പാൽക്കാരനെ വിറ്റ് അവരവിടുന്ന് ഒരു പാൽക്കാരനെ കൊടുത്തു. അവിടുന്ന് അവളുടെ ജീവിതകഥ, പിന്നെ അവളുടെ മാനസികാവസ്ഥ വേറെയല്ലേ. അപ്പം അങ്ങനെ ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് അവിടെയും അവതരിപ്പിക്കുന്നത്. അങ്ങനെ സ്ത്രീകളുടെ കഥകൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ കൊറോണ സമയത്താണ് തുടങ്ങിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ ശരിക്കും ഞാൻ കൊണ്ടുവന്നത് തന്നെ. ആ സമയത്ത് ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ ചെയ്തത് 5 കഥാപാത്രങ്ങൾ, 5 പ്രശസ്തരായ എഴുത്തുകാരുടെ 5 ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതായത് MT സാറിൻ്റെ മഞ്ഞെന്ന് പറയുന്ന നോവലിലെ വിമലയുടെ കഥാപാത്രം, പിന്നെ ഉറൂബിൻ്റെ ഉമ്മാച്ചു, O ചന്തുമേനൻ്റെ ഇന്ദുലേഖ, പിന്നെ തകഴിയുടെ ചെമ്മീനിലെ കറുത്തമ്മ, ഇങ്ങനെ പ്രശസ്തമായ സാഹിത്യകാരന്മാരുടെ പ്രശസ്തമായ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രശസ്തി തന്ന ഒരു തീമായിരുന്നു അത്. ഇങ്ങനെ ഞാൻ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എനിക്കത് കുറച്ചും കൂടെ ഇഷ്ടമാണ്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ സ്ത്രീ എന്ന് പറയുന്നത് ഉണരും. സ്ത്രീ ഇപ്പോഴത്തെ നമുക്കിങ്ങനെ സ്ത്രീകൾ പാവമാണെന്നോ അല്ലെങ്കിൽ അവർ സ്നേഹസമ്പന്നയാണെന്നോ ഒക്കെ പറയുമ്പോഴേക്ക് അതിൻ്റെ ഒരു 20% അല്ലാതെ ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട്, പിന്നെ സ്നേഹിച്ച് വഞ്ചിക്കുന്നതായിരുന്നാലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എപ്പോഴും അതുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും സ്ത്രീ ബേസിക്കലി സ്നേഹം കൊണ്ട് സ്നേഹത്തിന് അടിമയാണ് സ്ത്രീ. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. സ്ത്രീ ശക്തയാണ്, പക്ഷെ അവൾ എപ്പോഴും എത്ര ശക്തിയാണെങ്കിലും സ്നേഹത്തിൻ്റെ മുകളിൽ. ഈ 4 കഥാപാത്രങ്ങളും അതുതന്നെയാണ്, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ്. പക്ഷേ ആ ശക്തിയെല്ലാം അവർക്ക് ചോർന്നു പോകുന്ന അവരുടെ സ്നേഹത്തിന് മുന്നിലാണ്. അവരുടെ പ്രണയം അല്ലെങ്കിൽ കഥാപാത്രം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ എത്ര ശക്തിയാണെങ്കിലും അവർ ഫെയിലിയർ ആവുന്നില്ല. അതിനുവേണ്ടി അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാണാം. എനിക്ക് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ അഭിനയം എന്ന് പറയുന്ന എൻ്റെ പാഷൻ എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ച ഏറ്റവും കൂടുതലുള്ള വ്യക്തി എൻ്റെ ഭർത്താവ് തന്നെയാണ്, K. സുരേന്ദ്രൻ. ഇപ്പോൾ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അദ്ദേഹം ആദ്യം തൊട്ടേ എന്നോട് പറയുമായിരുന്നു ചെയ്യണമെന്നൊക്കെ പറയുമെങ്കിലും എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ ഇല്ല. അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുട്ടികൾ 2 പേരുണ്ട്. ഹസ്ബൻഡ് എപ്പോഴും ട്രാൻസ്ഫറാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം ജോലി ചെയ്ത് അടുത്ത് മാത്രം ജോലി ചെയ്ത്, അങ്ങനെ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ വീട്ടിനടുത്തുള്ള ജോലി മാത്രം ചെയ്ത്, അങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരരുതെന്ന് പറഞ്ഞിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ, പക്ഷേ നമ്മളെപ്പോഴും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചിലേ മുമ്പും അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ പണ്ടത്തെ നർത്തകിയാണ്. അവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് പലരും സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ തന്നിരുന്നതാണ്, പത്മരാജൻ സാറ് പോലും. പക്ഷെ അന്നൊന്നും എനിക്കങ്ങനെ ആലോചിക്കാൻ പോലും വയ്യ. പക്ഷേ അതേസമയം സിസ്റ്ററിനെയാണ് ചോദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു പോയേനെ. അപ്പോൾ അതുകൊണ്ട് പലരും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്കങ്ങനെയൊന്നും ആലോചിക്കാനേ പറ്റിയിരുന്നില്ല.
ഞാൻ ആദ്യം സാധാരണ പിന്നെ VJT ഹോളിൽ ചെയ്യുന്ന സമയത്തും ഒത്തിരി ചാനലുകാർ അവരൊക്കെ വന്ന് പറഞ്ഞിരുന്നു അടുത്ത് ചെയ്യണം, അവരുടെ അതിൽ ചെയ്യാം ഇതിൽ ചെയ്യാമെന്നൊക്കെ സിനിമാക്കാരൊക്കെ. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റിയാലുള്ള കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ പോലും എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കും? കാര്യം അവർ മിടുക്കരായ കുട്ടികളാണ്. ഞാൻ അവരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരേ അവസ്ഥയായിത്തീരും. ചിലപ്പോൾ ഞാനൊരു പ്രശസ്തിയിൽ എത്തിയേക്കാം, പക്ഷെ മക്കളപ്പം അവരും എൻ്റെ പിറകെ ഉണ്ടാവുമോ അല്ലെങ്കിൽ അവർ അപ്പം എന്തെങ്കിലും ആയിത്തീരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം അപ്പം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. വല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നത് വന്നാൽ ചെയ്യാം എന്നുള്ളതല്ലാതെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് അദ്ദേഹം ഓക്കെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറയും എനിക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാമെന്ന് പറയും. അദ്ദേഹം ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പോഴും എനിക്കെപ്പോഴും സപ്പോർട്ട് തരുന്ന അദ്ദേഹം തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡ്. അതേസമയം മക്കളുടെ കാര്യം പറഞ്ഞാൽ മോള് ഓക്കെയാണ്. മോള് ആർമിയിൽ ഓഫീസറായിരുന്നു, മേജർ അശ്വതി ഗണപൻ. ഇപ്പം പറയുമ്പോൾ ഫാമിലിയും കൂടെ പറയാം, മോളുടെ ഹസ്ബൻഡ് കേണൽ പ്രിൻസ് ബി രമേശ്. അവർ രണ്ടുപേരും എന്നോട് സപ്പോർട്ടീവാണ്. എപ്പോഴും ചെയ്യണമെന്ന് പറയും. മോൻ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് യൂറോളജിസ്റ്റാണ്. മരുമകൾ ഡോക്ടർ അർച്ചന, അവളും പിന്നെ എൻഡോക്രിനോളജി മെഡിക്കൽ കോളേജിൽ. അപ്പം ഇവരെല്ലാവരും സപ്പോർട്ടീവാണ്. പക്ഷെ മകൻ ഇപ്പോഴും അങ്ങനെ അത്രയ്ക്കങ്ങ് പോണതൊന്നും ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. പിന്നെ ഈ ആക്ട്രസ് പ്ലേ ചെയ്യുന്നതിനോട് ആർക്കും ഒരു എതിരൊന്നുമില്ല. പിന്നെ മറ്റു നാടകങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്കൊക്കെ എന്ന് വെച്ചാൽ അതാകുമ്പോൾ ആക്ട്രസ് പ്ലേ ചെയ്യുമ്പോഴേക്ക് ഞാൻ കംഫർട്ടാണ്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മറ്റത് നമ്മൾ റിഹേഴ്സലൊന്നും അതും ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴുള്ളൊരു വിഷമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഇതാണ് ഈ സിറ്റുവേഷനാണ്. എന്നാലും എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ടാണ്. ഞാനും എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നോക്കി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കൊറോണ സമയത്ത് ആണ് ഞാനിത് ശരിക്കും ഒരു പാഷൻ എനിക്ക് അതിൽ കൂടെ മുന്നോട്ട് പോകാം എന്ന് ഞാൻ കണ്ടെത്തി തുടങ്ങിയത് ഈ കൊറോണ സമയത്താണ് ഞാൻ ഈ ആക്ട്രസ് പ്ലേ ഞാൻ തുടങ്ങിയതും അപ്പോഴാണ്. അതിനുശേഷം ആണ് എൻ്റെ ഒരു തുടക്കം വരുന്നത്. പക്ഷേ അത് ഒത്തിരി ചാനലുകാരായിരുന്നാലും പത്രമായിരുന്നാലും ആളുകളായിരുന്നാലും എല്ലാം എനിക്ക് അത്രയും സപ്പോർട്ടും എനിക്ക് അത്രയും പിന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും എന്നുവെച്ചാൽ മോളും സണ്ണിലോയും ഇവിടെ അല്ല. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ആർമി ലൈഫ്, അവരുടെ ലൈഫ് എന്ന് പറയുന്ന, മോളിപ്പോൾ PNBയിലാണ്, പക്ഷേ ആ ലൈഫ് എന്ന് പറയുന്ന വേറെയാണ്. അവരെന്തായാലും നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ആ പ്രശ്നമാണ്, അവരുടെ കൂടെ പോയി നിൽക്കുന്നില്ല എന്നുള്ള പരാതി അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ മോനും വൈഫുമാണ് കൂടെയുള്ളത്. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രമേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് പോകുന്നതും. ആർക്കും ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഹസ്ബൻഡിനായിരുന്നാലും മക്കൾക്കായിരുന്നാലും ഒന്നും ഞാൻ ചെയ്യുന്നതിനോടൊന്നും അവർ വലിയ തടസ്സം നിൽക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതും മാത്രമല്ല ഞാൻ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസും എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എനിക്ക് അർപ്പണ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റുണ്ട്. പിന്നെ ലയൺസ് ക്ലബ്ബിൽ ഞാനൊരു ക്ലബ്ബ് പിന്നെ കൊണ്ടുപോകുന്നുണ്ട്, മുന്നോട്ട് കൊണ്ട്. ഞാൻ ചാർട്ടർ പ്രസിഡൻ്റാണ്, അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഫിൽക്കയിലെ വൈസ് പ്രസിഡൻറ്റ്, അങ്ങനെ പിന്നെ കുറേ ധാരാളം പറയാനാണെങ്കിൽ കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെയുള്ള ധാരാളം ഒരു 10-15 ഇതുപോലുള്ള ഇതിലെ മെമ്പറല്ല, ഓരോ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ ഞാൻ നൃത്തവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും സമയം കണ്ടെത്തണം. പക്ഷേ മെയിൻ ഇനി എന്ത് വന്നിരുന്നാലും അഭിനയത്തിൻ്റെ ഒരു കാര്യം വന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഞാൻ അഭിനയത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കും. അതെനിക്കിപ്പോൾ ഞാൻ സിനിമയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ എന്നുള്ളത് മാത്രമാണ് അഭിനയം എന്നുള്ള ചിന്ത എനിക്കില്ല. അത് കാരണം അഭിനയം എന്ന് പറയുന്നത് നാടകമായിരുന്നാലും പിന്നെ സീരിയലിൽ ഞാൻ അധികം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും ദിവസമൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം ഇതുവരെ സീരിയലിൻ്റെ ഭാഗത്തോട്ട് ഞാൻ പോയിട്ടില്ല. എന്നാൽ സീരീസൊക്കെ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ആൽബം, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തുന്നു. എന്നുവെച്ചാൽ ഇതെല്ലാം അഭിനയം തന്നെയാണ്.
അപ്പോൾ സിനിമ മാത്രമാണ് അഭിനയം എന്ന് വിചാരിച്ചാൽ മാത്രമാണ് പ്രശ്നം. കുറച്ച് പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടും സിനിമ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സിനിമയിൽ നമ്മൾ 10 സിനിമ ചെയ്താലും നമ്മൾ മെയിൻ അല്ലെങ്കിൽ ആളുകൾ നമ്മളാരും 10 സിനിമ ചെയ്തിരുന്നാലും 15 സിനിമ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്നില്ല. അതേസമയം ഒരു സീരിയലോ സീരീസോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ആണെങ്കിലും 10 പേര് കണ്ടിരുന്നാലും അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു 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 ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്ന ഓരോന്നും 1-1.5 മണിക്കൂറൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നമുക്ക് അതിനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അല്ലാതെ ഇപ്പോൾ സിനിമയിലോ സീരിയലിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കും. ആ ഒരു കഥാപാത്രം അവർക്കുണ്ടാകുന്ന ആ ഒരു ഇമോഷൻ മാത്രമേ നമുക്കവിടെ കാണിക്കാൻ പറ്റുള്ളൂ ആ സമയത്തിന്. പക്ഷേ ഇതല്ല, ഇതിനകത്തൊക്കെ ഒത്തിരി നമ്മുടെ അഭിനയം നമുക്ക് കഴിയുമെന്ന് കാണിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സിനിമയിൽ നല്ല മെയിൻ കഥാപാത്രം നമുക്ക് കിട്ടണം. അപ്പം നമുക്കത് അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്കത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിപ്പം ഞാൻ ഇപ്പോൾ ഈ വൺ ആക്ടേഴ്സ് പ്ലേ ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ മെയിൻ കാര്യം എനിക്ക് കഴിയുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഇതിലെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം അഭിനയമാണ്. പലരും എന്നോട് ചോദിക്കും സിനിമയിൽ എന്താ, സിനിമ നമുക്ക് അതുപോലുള്ള കഥാപാത്രം കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 10 സിനിമയിൽ അഭിനയിച്ചാലും നമ്മളാരും അറിയില്ല, നമ്മളാരും ഇത് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സിനിമയുണ്ട്, സീരീസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അഭിനയത്തിന് ഇപ്പോൾ ഒരു ആൽബത്തിന് അഭിനയിച്ചിരുന്നല്ലോ അതും അഭിനയം തന്നെ. അപ്പോൾ എല്ലാം ചെറിയ എന്ത് കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം ഞാൻ അഭിനയമായിട്ട് തന്നെ കണക്കാക്കുന്നത്. എല്ലാത്തിനും ഒരേ ഏതെടുത്തിരുന്നാലും അതിനെല്ലാം ഞാൻ അഭിനയത്തിനുള്ള ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്തിരുന്നാലും ബാക്കി ഏത് സോഷ്യൽ ആക്ടിവിറ്റീസായി എന്തായിരുന്നാലും അഭിനയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യം. അതിനാണ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല നല്ല കഥാപാത്രങ്ങളെ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിലായിരുന്നാലും ഇതിൽ സീരീസിലൊക്കെ ആയിരുന്നാലും നല്ല ഏതെങ്കിലും ശക്തമായ കഥാപാത്രങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിലും ഞാൻ വൺ ആക്ടേഴ്സ് പ്ലേയിലൂടെ ഞാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം കിട്ടണം എന്നുള്ള ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമല്ലോ ഇതിനകത്തൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സിനിമയിൽ കൂടെ കാണണം എന്നുണ്ടെങ്കിൽ മാത്രം അത് അവർ വിചാരിക്കണം. പക്ഷേ ഇന്നിപ്പം സിനിമയിൽ കഴിവുള്ളവർക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവ് വേണമെന്നില്ല സിനിമയിൽ ഞാൻ നോക്കിയിട്ട്. കാര്യം ഇപ്പോൾ റീൽസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് കാണിച്ച് നമുക്ക് റീറ്റേക്ക് എടുത്ത് പോവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ഇത് വേണമെന്നില്ല. പക്ഷേ അഭിനയം അറിയുന്നവർ ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നവരും കണ്ടാലറിയാം. അത് തന്നെയാണ്. പിന്നെ കുറേ ചെയ്ത് വരുമ്പോഴും നമുക്ക് ആ ഒരു ഇത് വരും. എന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ആർക്കും അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ഡ്രാമയൊക്കെ കാണാതെ പഠിച്ച് ചെയ്യണം എന്നൊന്നും ആർക്കും താല്പര്യമില്ല. കാര്യം അത്രയും മെനക്കെടാനൊന്നും ആർക്കും താല്പര്യമില്ല. പെട്ടെന്ന് നമുക്ക് സ്ക്രീനിൽ കാണണം എന്നുള്ള താല്പര്യത്തോട് വരുന്നവരാണ് കൂടുതലും. ആർക്കും അങ്ങനെ അതൊരു പാഷനായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ള അങ്ങനെയല്ല, നമ്മളെ സ്ക്രീനിൽ കാണണം എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി വരുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രമല്ല, അത് ഇന്ന കഥാപാത്രം കിട്ടണം അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം മാത്രം.